കർത്താവിൻ്റെ വിലയിരുന്നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഹോദരിമാരുടെ ക്യാമ്പിൽ ഈ നിലയിൽ എനിക്കുമായിരിക്കാൻ കർത്താവ് അനുവദിച്ചതോർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. വളരെ അനുഗ്രഹീതമായ നിലയിൽ ഈ ക്യാമ്പ് ഇന്ന് ഉദ്ഘാടനം കുറിക്കുവാനിടയായി. ധാരാളം സഹോദരിമാർക്ക് ഈ ക്യാമ്പിൽ സംബന്ധിക്കാൻ കർത്താവ് അനുവദിക്കുന്നു. പ്രത്യേകിച്ച് പ്രാരംഭമായി തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ സ്ഥലം സഭയോടും സഭയിലെ ആത്മീയ നേതൃത്വം വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും പ്രാരംഭമായി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി അനേക ദൈവമക്കൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയുടെ ഉത്തരം എന്ന നിലയിൽ ഈ പ്രാരംഭ ദിവസം തന്നെ ഈ നിലയിൽ ദൈവവചനത്തിന് മുൻപാകെ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് അനുവദിച്ചു. പല തടസ്സങ്ങൾ ക്യാമ്പിൽ വരുന്നതിനോടുള്ള ബന്ധത്തിൽ മുൻപിൽ വന്നു. ഒരുപക്ഷെ ഇവിടെയുള്ള പല പ്രിയപ്പെട്ടവരും ആ വിഷയം അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും അറിയാം. എൻ്റെ പിതാവിന് 2 ദിവസങ്ങൾക്ക് മുൻപാണ് ലിവറിന് ക്യാൻസർ എന്ന നിലയിൽ ബിലീവേഴ്സ് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർമാരത് ഡയഗ്നോസ് ചെയ്യുവാനിടയായത്. ചില വർഷങ്ങളായി തന്നെ ലിവറിന് അല്പം പ്രയാസമുണ്ടായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്നാണ് ആ ഒരു സാഹചര്യം ഇങ്ങനെയായി എന്നുള്ളത് അറിയുവാനിടയായത്. ഷാർജ ബ്രദറൻ സഭ ക്രമീകരിച്ച കൺവെൻഷനോടുള്ള ബന്ധത്തിൽ അവിടെ ആയിരുന്നപ്പോഴാണ് ഈ വിഷയം അറിഞ്ഞത്. കഴിഞ്ഞ രാത്രിയിൽ നാട്ടിൽ തിരിച്ചു വരുവാനും ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ ചെന്ന് പിതാവിനെ കാണുവാനും ഡോക്ടർമാരോടൊക്കെ സംസാരിക്കാനും ഇടയായി. ഈ ക്യാമ്പിൽ ആദ്യോടന്തം സംബന്ധിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. എന്നാൽ സാഹചര്യം എങ്ങനെയാകും എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ വരുന്ന വഴിയിൽ ഉച്ച കഴിഞ്ഞുള്ള ഒരു ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഒരു അഡ്വാൻസ് സ്റ്റേജാണ്, അതായത് അല്പം സിവിയറായിട്ടുള്ള ഒരു സ്റ്റേജാണ് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. നാളെ ഒരു എൻഡോസ്കോപ്പി ഉണ്ട്. ബുധനാഴ്ച വൈകുന്നേരമോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ RCCയിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വിഷയമോർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ഒരു കാര്യം മാത്രം പ്രാർത്ഥനയിൽ ഓർത്താൽ മതി, ആയുസ് കർത്താവിൻ്റെ കയ്യിലാണ്. സഹിക്കുന്നതിനപ്പുറമായിട്ടുള്ള വേദന നൽകാതിരിക്കാനായിട്ട് ദൈവമക്കൾ പ്രത്യേകം ആ വിഷയമോർത്ത് പ്രാർത്ഥിക്കണം. അത് നമുക്ക് കാണുവാനോ അത് സഹിക്കുവാനോ കഴിയില്ല. ആ വിഷയം ദൈവമക്കൾ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണം. കർത്താവ് തരുന്ന ഏത് പരിതസ്ഥിതിയിലും അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലും ആമേൻ പറയുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. 10 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ മാതാവിന് കോളൻ ക്യാൻസർ വന്നു. 2013 എന്നാൽ സ്വർഗത്തിലെ ദൈവം അതിന് പൂർണ്ണമായിട്ടുള്ള വിടുതൽ നൽകി. ഇപ്പോൾ 10 വർഷമായി ട്രീറ്റ്മെൻറ്റ് ഒന്നും തന്നെയില്ല. 2 വർഷം കൂടുമ്പോൾ ഒരു ചെക്കപ്പ് മാത്രമേ ഉള്ളൂ. പൂർണ്ണമായിട്ടുള്ള ആരോഗ്യത്തോടും സൗഖ്യത്തോടും കൂടെ ഇപ്പോൾ ഹോസ്പിറ്റലിലെ പിതാവിനോടൊപ്പമുണ്ട്. ആ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ആ വിഷയം ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ദൈവവചനത്തിലേക്ക് മടങ്ങി വരാം. സഹോദരിമാരുടെ ക്യാമ്പാണ്. എന്നാൽ വൈകുന്നേരത്തെ സെക്ഷനിൽ സഹോദരന്മാരുമുണ്ട്. ഒരുമിച്ചുള്ള ഒരു ക്യാമ്പ് ആയതുകൊണ്ട് ആ നിലയിലുള്ള ഒരു വിഷയമാണ് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. അനേക കുടുംബ ചരിത്രങ്ങൾ ദൈവവചനത്തിലുണ്ട്. അതിൽ അബ്രഹാമിൻ്റെ കുടുംബം എന്ന ഒരു വിഷയമാണ് ഈ ദിവസങ്ങളിൽ ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ, വചനധ്യാനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയത്. ആ കുടുംബത്തിൻ്റെ ചില പ്രത്യേകതകൾ ഈ ദിവസങ്ങളിലെ ക്ലാസ്സുകളിൽ ചിന്തിപ്പാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവജനമായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം മുതൽ തന്നെ കുടുംബങ്ങളുടെ ചരിത്രം ആരംഭിക്കുകയാണ്. നമുക്കറിയാം, കുടുംബം സ്ഥാപിച്ചതും സ്വർഗത്തിലെ ദൈവമാണ്. ഏകാംഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം ദൈവത്തിൻ്റെ ഒരു സ്ഥാപനമാണ് കുടുംബം എന്നുള്ളത്.
ദൈവത്തിൻ്റെ സ്ഥാപനമായതുകൊണ്ടാണ് കുടുംബ ജീവിതത്തിനും കുടുംബ ബന്ധത്തിനും വളരെ പ്രാധാന്യമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം മുതൽ മുൻപോട്ടുള്ള ഓരോ അധ്യായങ്ങളിലും അല്ലെങ്കിൽ ഓരോ പുസ്തകങ്ങളിലും അനേക കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും കുടുംബ ചരിത്രങ്ങളെക്കുറിച്ചും തകർന്നുപോയ കുടുംബങ്ങളെക്കുറിച്ചും നിലനിൽക്കുന്ന കുടുംബങ്ങളെക്കുറിച്ചും ദൈവഭക്തിയുള്ള കുടുംബങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ചരിത്രങ്ങൾ വിശുദ്ധ ബൈബിളിൽ ഉണ്ട്. ഇതെല്ലാം എന്തിനാണ് ബൈബിളിൽ എഴുതി വെച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, ഇതിൽ നാം ഗുണപാഠമായി എടുക്കേണ്ട അനേക വിഷയങ്ങൾ ഇങ്ങനെയുള്ള ഓരോ കുടുംബ ചരിത്രങ്ങളിലും ഉണ്ട്. അതിൽ വളരെ നല്ല മാതൃകാപരമായ ഒരു കുടുംബമായിരുന്നു അബ്രഹാമിൻ്റെ കുടുംബം എന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ഈ നാടുകളിൽ സാത്താൻ ഏറ്റവും അധികം തകർക്കുവാൻ ആഗ്രഹിക്കുന്നത് കുടുംബ ബന്ധങ്ങളെയാണ്. സാത്താൻ്റെ ഒരു വലിയ തന്ത്രം എന്ന് പറയുന്നത് കുടുംബങ്ങളെ തകർക്കുക എന്നുള്ളതാണ്. കുടുംബങ്ങളെ തകർക്കുമ്പോൾ അത് വ്യക്തി ജീവിതങ്ങളെയും സഭയെയും ആത്മീയ അന്തരീക്ഷത്തെയും എല്ലാം അത് ബാധിക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെ സാത്താൻ്റെ കെണിയിൽപ്പെട്ട് തകർന്നു പോയിട്ടുള്ള അനേക കുടുംബങ്ങൾ ഈ നാടുകളിലുണ്ട് എന്നുള്ളതും ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അതുകൊണ്ട് കുടുംബത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കുടുംബം എന്നൊരു വിഷയമല്ല എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അബ്രഹാമിൻ്റെ കുടുംബം എന്ന നിലയിൽ ആമുഖമായി ഈ വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. കുടുംബത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതിൻ്റേതായ ഗൗരവത്തോടുകൂടെ തന്നെ കുടുംബത്തെ വീക്ഷിക്കേണ്ടതും കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നാം അധ്വാനിക്കേണ്ടതും വളരെ ആവശ്യമാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അബ്രഹാമിൻ്റെ കുടുംബം, അത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതലാണ് ആ കുടുംബത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. വളരെ നല്ല ഒരു മാതൃക കുടുംബമായിരുന്നു അബ്രഹാമിൻ്റെ കുടുംബം. ഒത്തിരി പ്രത്യേകതകൾ അബ്രഹാമിൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം. ഒരു പുതിയ വിഷയമല്ല, ഈ വിഷയം എല്ലാവർക്കും അറിയാവുന്ന വിഷയം തന്നെയാണ്. എന്നാൽ ഒരു പ്രാവശ്യം കൂടെ നാം അത് കേൾക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെയും ഒന്ന് കാണുവാൻ ഈ ഒരു പഠനം മുഖാന്തരമായി തീരട്ടെ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നമുക്ക് പ്രാരംഭമായി ഒന്ന് വായിച്ച് കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. വാക്യങ്ങൾ ആരെങ്കിലും അത്രയും മതി. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ദൈവത്തിൻ്റെ ഒരു അരുളപ്പാടാണ് ഇവിടെ അബ്രഹാമിന് ഉണ്ടാകുന്നത്. അബ്രഹാമിൻ്റെ കുടുംബത്തിൻ്റെ 1-ാമത്തെ ഒരു പ്രത്യേകത ആ വായിച്ച വേദഭാഗത്തുണ്ട്. ദൈവശബ്ദം അനുസരിച്ച ഒരു കുടുംബമായിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം അനുസരിച്ച ഒരു കുടുംബമാണ്. നമുക്കറിയാം, ഇന്നത്തെ പോലെ എഴുതപ്പെട്ട തിരുവെഴുത്ത് ആ കാലഘട്ടങ്ങളിലില്ല. അത് നമുക്കറിയാവുന്ന വിഷയമാണ്. ഇന്ന് നമ്മുടെയൊക്കെ കൈകളിൽ നമ്മുടേതായ ഭാഷയിൽ എഴുതപ്പെട്ട തിരുവെഴുത്ത് ദൈവത്തിൻ്റെ വചനമുണ്ട്. ആ ദൈവവചനത്തിലൂടെയാണ് ദൈവശബ്ദം നാം തിരിച്ചറിയുന്നത്. എന്നാൽ അബ്രഹാമിൻ്റെ കാലഘട്ടം അല്ലെങ്കിൽ പഴയ നിയമ കാലഘട്ടം എന്നുള്ളത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ദൈവം നേരിട്ട് തൻ്റെ ദാസന്മാരോട് അറിയിച്ചിട്ടുണ്ട്, ദൂതന്മാർ മുഖാന്തരം അറിയിച്ചിട്ടുണ്ട്, പ്രവാചകന്മാർ മുഖാന്തരം ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിച്ചിട്ടുണ്ട്. അത് പഴയ നിയമത്തിൽ ആദിയോടന്തം നാം കാണുന്ന ഒരു വിഷയമാണ്. ദൈവശബ്ദം ഇവിടെ അബ്രഹാമിന് നേരിട്ട് തന്നെ ഉണ്ടാകുകയാണ്. ഒരു ദൂതൻ മുഖാന്തരമല്ല, യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്. ഈ യഹോവ ആര് എന്നുള്ളത് അബ്രഹാമിന് വലിയ അറിവൊന്നുമില്ല. അബ്രഹാമിൻ്റെ ഇതിനു മുൻപുള്ള ചരിത്രം ആ 11-ാം അധ്യായം 28 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. കൽദേരുടെ ഒരു പട്ടണമായ ഊരിൽ വെച്ച് തന്നെ തൻ്റെ അപ്പനായ തേരഹിന് മുൻപേ മരിച്ചുപോയി. അബ്രഹാമും താഴോട്ട് ആ അബ്രഹാമിൻ്റെ ഒരു കുടുംബ ചരിത്രമാണ് കാണുന്നത്. യഹോവയായ ദൈവത്തെ അറിയുവാനോ യഹോവയായ ദൈവം ആരാണെന്ന് തിരിച്ചറിയുവാനോ യാതൊരു സാധ്യതയുമില്ലാതെ മുൻപോട്ട് പോയ ഒരു കാലഘട്ടത്തിലാണ് അബ്രഹാമിൻ്റെ കുടുംബത്തിൻ്റെ 1-ാമത്തെ പ്രത്യേകത. ദൈവശബ്ദം അബ്രഹാമിൻ്റെ കുടുംബം അല്ലെങ്കിൽ അബ്രഹാം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ദൈവശബ്ദം തിരിച്ചറിയുന്ന ഒരു കുടുംബം. ആ കുടുംബം ദൈവശബ്ദം തിരിച്ചറിഞ്ഞതുകൊണ്ട് മുൻപോട്ടുള്ള ഓരോ അധ്യായങ്ങളിലും അബ്രഹാമിന് ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ,
നാം അതിൻ്റെ മുൻപോട്ടുള്ള അധ്യായങ്ങളിൽ കാണുന്നുണ്ട്. ദൈവശബ്ദം തിരിച്ചറിഞ്ഞ ഒരു കുടുംബം. ഈ ദൈവശബ്ദം അബ്രഹാമിനാണ് ഉണ്ടായത്. ദൈവശബ്ദം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ 4-ാം വാക്യത്തിൽ യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു, ലോത്തും അവനോട് കൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. അബ്രഹാം തൻ്റെ ഭാര്യയായ സാറയെയും സഹോദരൻ്റെ മകനായ ലോത്തിനെയും, അതായത് അബ്രഹാമിനാണ് ദൈവത്തിൻ്റെ ശബ്ദമുണ്ടായത്, പക്ഷേ അവൻ്റെ ഭാര്യ സാറയും അവനോടൊപ്പം ഉണ്ട്. ആ ശബ്ദം അബ്രഹാമിന് ഉണ്ടായത് ദൈവികമായ ഒരു ശബ്ദമാണെന്നുള്ള ആ പൂർണ്ണ ബോധ്യം സാറായിക്കും ഉള്ളതുകൊണ്ടാണ് അവരൊരുമിച്ച് യാത്ര ആരംഭിപ്പാൻ ഇടയായി തീർന്നത്. സാറായിയോട് ഒരു പ്രത്യേകമായ ശബ്ദം അവിടെ ഉണ്ടാകുന്നില്ല. യഹോവ സാറായോട് അരുളി ചെയ്തു എന്ന് നാം അധ്യായത്തിൽ വായിക്കുന്നില്ല. യഹോവ അരുളി ചെയ്ത് അബ്രഹാമിനോടാണ്. അബ്രഹാം ആ ശബ്ദം തിരിച്ചറിഞ്ഞു, ആ പ്രമാണം തിരിച്ചറിഞ്ഞു. അബ്രഹാം യാത്ര ആരംഭിക്കുമ്പോൾ തൻ്റെ യാത്രയോടൊപ്പം സാറയും യാത്ര ആരംഭിപ്പാൻ ഇടയായിത്തീരുക. ദൈവത്തിൻ്റെ ശബ്ദത്തോട് അനുസരണമുള്ള ഒരു കുടുംബമാണ്. വാസ്തവത്തിൽ എബ്രായ ലേഖനം 11-ാം അധ്യായം 8-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എവിടേക്ക് പോകണമെന്നൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടാ. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 11-ന്റെ 8-ാമത്തെ വാക്യം. എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അബ്രഹാമിൻ്റെ ആ വിശ്വാസം, ദൈവശബ്ദത്തോടുള്ള ആ വിശ്വാസം, ദൈവികമായ ഒരു ശബ്ദമാണ് ഇത് എന്ന് തിരിച്ചറിഞ്ഞ അബ്രഹാമിന് ആ ശബ്ദത്തോടുള്ള വിശ്വാസമാണ്. എവിടേക്ക് പോകണമെന്നറിയാതെ യാത്ര ആരംഭിക്കുക. ഇന്ന് സഹോദരന്മാരും വൈകുന്നേരം വന്നല്ലോ, അല്ലെങ്കിൽ സഹോദരിമാർ ഉച്ച കഴിഞ്ഞ സമയം വീട്ടിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്. വീട്ടിലുള്ളവർ ഒരുപക്ഷെ ചോദിക്കും, എവിടെ പോകുന്നു? ഇന്ന സ്ഥലത്ത് പോകുന്നു. വഴി യാത്രാ മധ്യേ ആരെങ്കിലും കാണുമ്പോൾ എവിടോട്ടാണ് പോകുന്നത്? എവിടോട്ടെങ്കിലും അങ്ങ് പോവുക. നമ്മൾ ആരും അങ്ങനെ പറയാറില്ല. നമുക്കൊക്കെ ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്. ഇന്ന സ്ഥലത്തോട്ട് പോകുന്നു നമ്മൾ പറയാറുണ്ട്. എന്നാൽ അബ്രഹാമിനോടൊന്ന് ചോദിച്ചാലോ, അബ്രഹാമിന് എവിടോട്ട് പോകണം അബ്രഹാമിന് അറിഞ്ഞുകൂടാ. ഏത് വഴിയിലൂടെ പോകണം അബ്രഹാമിന് അറിഞ്ഞുകൂടാ. ഇതെവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത് അബ്രഹാമിന് അറിഞ്ഞുകൂടാ. പക്ഷെ അബ്രഹാമിന് ഒന്നറിയാം, എന്താ? ഇത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ആകെ അറിയാവുന്ന ഒരൊറ്റ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ഇത് മാത്രമേ അബ്രഹാമിന് അറിയുകയുള്ളൂ. ആ ദൈവശബ്ദം അല്ലെങ്കിൽ ആ ദൈവികമായ കൽപ്പനയാണ് അബ്രഹാമിനെ മുൻപോട്ട് വിശ്വാസത്തോടുകൂടെ യാത്രയാകുവാൻ ഇടയായി തീർന്ന്. 119-ാം സങ്കീർത്തനം അതിൻ്റെ 60-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 119-ാം സങ്കീർത്തനം അതിൻ്റെ 60-ാമത്തെ വാക്യം. 119-ാം സങ്കീർത്തനം 60-ാമത്തെ വാക്യം. നിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ഞാൻ താമസിക്കാതെ ബന്ധപ്പെടുന്നു. ഇതാണ് അബ്രഹാമിൻ്റെയും ജീവിതത്തിൽ സംഭവിച്ചത്. ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ ശബ്ദം, അത് അബ്രഹാം തിരിച്ചറിഞ്ഞു. ഇതൊരു ദൈവികമായ ശബ്ദമാണല്ലോ, ഞാൻ യാത്ര ആരംഭിക്കേണ്ട സമയമാണ്. എവിടോട്ട് പോകണമെന്നുള്ളത് ദൈവത്തോട് ചോദിക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ അനുസരിക്കണം. താമസിക്കാതെ, യാതൊരു താമസവും കൂടാതെ ദൈവശബ്ദം നാം അനുസരിക്കണം. ഇന്ന് ഈ വൈകിയ സമയം സഹോദരന്മാരായ നാം ഒരുമിച്ച് ദൈവവചനത്തിൻ്റെ മുൻപാകെ ഇരിക്കുമ്പോൾ നാം ഈ കേൾക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് പുതിയ വിഷയമല്ല. നാം തലമുറയായി യഹോവ നമ്മുടെ സങ്കേതവും ബലവും എന്ന് പറയുന്നത് പോലെ നാളുകളായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നാളുകളായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ദൈവശബ്ദം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പ്രമാണം, ദൈവത്തിൻ്റെ കൽപ്പന, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ. എന്നാൽ ഇന്ന് രാത്രി ദൈവശബ്ദത്തോട് താമസിക്കാതെ അനുകൂലമായി വിശ്വാസത്തോടുകൂടെ പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. സംസാരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ്. അബ്രഹാമിനോട് നീ യാത്ര ആരംഭിപ്പാൻ വേണ്ടി യഹോവയായ ദൈവം അരുളി ചെയ്തു. അത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്, അത് ദൈവത്തിന്റെ ആലോചനയാണ്. എന്നാൽ അത് അനുസരിക്കുക എന്നുള്ളത് അബ്രഹാമിന്റെ ഉത്തരവാദിത്വമാണ്. അബ്രഹാം ഒരു തിരിച്ചുള്ള യാതൊരു ചോദ്യങ്ങളും ചോദിക്കാതെ അബ്രഹാം യാത്ര ആരംഭിക്കുക. തന്റെ അനുസരണം, എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ യാത്ര ആരംഭിക്കുന്ന ഒരു മനുഷ്യൻ. ഇനി ആ അനുസരണം
തന്റെ പ്രായോഗികമായ തലത്തിലും കൊണ്ടുവന്നു. അതാണ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. നമുക്ക് എല്ലാവർക്കും അറിയാം, തന്റെ വാഗ്ദത്ത സന്തതിയെ ആ അബ്രഹാം ദൈവത്തിനു വേണ്ടി യാഗമർപ്പിക്കുവാൻ പോകുന്നു. അവിടെയും ദൈവത്തിന്റെ ശബ്ദമാണ് അബ്രഹാം തിരിച്ചറിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. അബ്രഹാമെ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് പറഞ്ഞു. ഞാൻ ഇതാ. 12-ാം അധ്യായം മുതൽ മുൻപോട്ടുള്ള ഓരോ അധ്യായങ്ങളിലും ദൈവശബ്ദത്തോടുള്ള അബ്രഹാമിന്റെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഞാനിതാ, ഞാനിതാ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി എന്ത് തയ്യാറുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു ഈ അബ്രഹാം എന്നുള്ളത്. ഇന്ന് രാത്രി നാം നമ്മെ തന്നെ ഒന്ന് കാണേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവവചനത്തിനുള്ള പ്രാധാന്യം ഈ നാളുകളിൽ എവിടെയാണ്? ദൈവവചനം അറിയില്ല എന്നല്ല, ദൈവവചനം നമുക്കറിയാം. ഉപദേശപരമായ വിഷയങ്ങൾക്കൊക്കെ നാം വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഉപദേശപരമായ വിഷയങ്ങൾ അതായത് അതിൻ്റെ ഒരു ചെറിയ കാര്യം പോലും വിട്ടുകളയാതെ അനുസരിക്കുവാനൊക്കെ നാം വളരെ ബന്ധപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം എൻ്റെ പ്രായോഗികമായ ജീവിതത്തിൽ എവിടെയാണ്? ദൈവവചനത്തോടുള്ള അനുസരണം എവിടെയാണ്? ദൈവവചനത്തോടുള്ള താല്പര്യം എവിടെയാണ്? ഈ ദൈവവചനമാണ് ഒരു കുടുംബം ഭക്തിയുള്ള കുടുംബമായി തീരുന്നത്. ഒരു കുടുംബം ഭക്തിയുള്ള കുടുംബമായി തീരണമെങ്കിൽ ദൈവവചനമല്ലാതെ വേറെ യാതൊരു അടിസ്ഥാനവുമില്ല. ഇന്ന് കുടുംബ ബന്ധങ്ങളോടുള്ള ബന്ധത്തിൽ വേണ്ട എന്നല്ല, ഒത്തിരിയും കൗൺസിലിങ്ങും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് പൊതുമേഖലയിൽ തന്നെ ക്രമീകരിക്കാറുണ്ട്. ഇതൊക്കെ നല്ല കാര്യം. പക്ഷേ ഒരു കുടുംബം ദൈവഭക്തിയുള്ള കുടുംബമായി മാതൃകയോടുകൂടി ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ ഇന്ന് രാത്രി ഒരു വിഷയം പറയട്ടെ, അതിനടിസ്ഥാനം ദൈവത്തിന്റെ വചനം മാത്രമാണ്. നാം യോശുവയുടെ പുസ്തകത്തിൽ ഒരു കാര്യം കാണുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 23-ാം അധ്യായത്തിലാണ് ഒരു വിടവാങ്ങൽ പ്രസംഗമാണ് യോശുവയുടെ. യോശുവ വൃദ്ധനായി തന്റെ ഒടുവിലത്തെ പ്രസംഗമാണ്, വിടവാങ്ങൽ പ്രസംഗമാണ് യോശുവയുടെ. 23-ഉം 24-ഉം അധ്യായങ്ങളാണ്. അതിൽ 24-ാം അധ്യായത്തിൽ യോശുവ പറയുന്നത്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ എന്താ യഹോവയെ സേവിക്കും. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അത് യോശുവയുടെ വാക്കുകളാണ്. പക്ഷേ 23-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചേ. 23-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചേ. അവിടെ യോശുവ പറയുന്ന ഒരു കാര്യമുണ്ട്. യോശുവയുടെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ആകയാൽ മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ചു നടപ്പാനും വലത്തോട്ടോ ഇടത്തോട്ടെങ്കിലും മാറാതിരിപ്പാനും ഏറ്റവും ഉറപ്പുള്ളവരായിരിക്കും. യോശുവയുടെ വിടുവാങ്ങൽ പ്രസംഗമാണ്. യോശുവയ്ക്ക് ഒടുവിൽ ഇസ്രായേലിനോട് പറയുവാനുള്ള ആ സന്ദേശം എന്ന് പറയുന്നത്, ദൈവവചനത്തിൽ നിങ്ങൾ നിലനിൽക്കണം. ദൈവവചനത്തിന്റെ പ്രാധാന്യം നിങ്ങൾ തിരിച്ചറിയണം. അതിൽ നിന്ന് വലത്തോട്ടെങ്കിലും ഇടത്തോട്ടെങ്കിലും മാറാതിരിപ്പാൻ ഉറപ്പുള്ളവരായിരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്യം നാം വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. അവിടെ നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു എന്ന ഒരു ശബ്ദം എവിടുന്ന് കേൾക്കും? പുറകിൽ നിന്ന് കേൾക്കും. പുറകിൽ നിന്ന് കേൾക്കും. വഴി ഇതാകുന്നു. ആ ശബ്ദം നാം കേൾക്കണം. സഹോദരിമാരുടെ ക്യാമ്പിന്റെ പ്രാരംഭ ദിവസം, പ്രാരംഭ ക്ലാസ്സുമാണല്ലോ. ഒരു വിഷയം ഇങ്ങനെ പറയട്ടെ, ആ ശബ്ദമാണ് ഈ നാളുകളിൽ നാം കേൾക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈ പ്രാരംഭ ദിവസം തന്നെ ഹൃദയത്തിൽ നിന്നുണ്ടാകേണ്ട ഒരു പ്രാർത്ഥന, എൻ്റെ കർത്താവേ, ഈ ഒരു ക്യാമ്പ് കഴിഞ്ഞ് എൻ്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ ദൈവശബ്ദം കേൾക്കുന്ന ഒരു ജീവിതമായി ഞാൻ മാറണം. ദൈവശബ്ദം കേൾക്കുന്ന ഒരു കുടുംബമായി എൻ്റെ കുടുംബമായി തീരണം. ദൈവശബ്ദം കേൾക്കുന്ന തലമുറയായി എൻ്റെ തലമുറകളായി തീരണം. ആ പ്രാർത്ഥനയോടുകൂടെ വേണം ഈ ക്യാമ്പിൽ നാം ഉടനീളം സംബന്ധിപ്പാനായിട്ട്.
ദൈവ ശബ്ദം പുറകിൽ നിന്ന് കേൾക്കുന്ന, അല്ലെങ്കിൽ നാം മുൻപോട്ട് പോകുമ്പോൾ വലത്തോട്ടോ ഇടത്തോട്ടോ ഏത് വഴിയിലോട്ട് നാം തിരിഞ്ഞാലും ദൈവത്തിന്റെ ശബ്ദം, ആ ശബ്ദം നാം തിരിച്ചറിയുവാൻ ഇടയായി തീരണം. ഇനി വേറൊരു വിഷയം, ഈ ശബ്ദം തിരിച്ചറിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ശബ്ദം, ദൈവത്തിന്റെ വചനം, ഈ ശബ്ദം തിരിച്ചറിഞ്ഞാൽ, അബ്രഹാമിന്റെ കുടുംബം ദൈവ ശബ്ദം തിരിച്ചറിഞ്ഞ ഒരു കുടുംബമാണ്. അബ്രഹാമിന്റെ ഏത് യാത്രയിലും, മുൻപോട്ടുള്ള ഏത് യാത്രയിലും ആ ശബ്ദം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ആ വഴിയെ അബ്രഹാമിന് അറിഞ്ഞുകൂടാ. അബ്രഹാമിന് 13-ാം അധ്യായത്തിൽ ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ട്. ചില വർഷങ്ങൾ ദൈവത്തിന്റെ അരുളപ്പാടില്ലാതെ അബ്രഹാം മുൻപോട്ട് പോയ ദിവസങ്ങളുമുണ്ട്. എന്നാൽ അബ്രഹാം ദൈവശബ്ദം തിരിച്ചറിഞ്ഞ് തന്റെ ജീവിതയാത്രയിൽ താൻ മുൻപോട്ട് പോയപ്പോൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി താൻ മുൻപോട്ട് പോകുകയാണ്. അതിന്റെ ഒരു തെളിവാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എത്ര അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് അവിടെ അത് എഴുതി വെച്ചിട്ടുള്ളത്. അബ്രഹാമിന്റെ മകൻ ഇസ്ഹാക്ക്, ഇസ്ഹാക്കിന്റെ മകൻ യാക്കോബ്, എത്ര അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അത് എഴുതി വെക്കുവാൻ ഇടയായി തീർന്നു. കാരണം എന്താണ്? അവരുടെ വല്യപ്പച്ചൻ യാക്കോബ് പറയും, എനിക്കൊരു വല്യപ്പച്ചനുണ്ട് അബ്രഹാം, അവനൊരു പൊട്ടനായിരുന്നു, അവനെ എവിടോട്ട് യാത്ര ചെയ്യണമെന്നറിയാതെ വിശ്വാസത്തോടുകൂടെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ആ യാത്ര ആരംഭിച്ച ഒരു മനുഷ്യനാണ്. പക്ഷേ ആ മനുഷ്യന്റെ യാത്രയിൽ അവൻ ദൈവശബ്ദത്തിന് പ്രാധാന്യം കൊടുത്തു. എന്റെ ആ അപ്പനായ ഇസ്ഹാക്ക്, ആ ഇസ്ഹാക്കിനെ മോറിയ മലയിൽ യാഗം അർപ്പിക്കണമെന്നുള്ള ദൈവശബ്ദം കേട്ടു. ആ ദൈവശബ്ദം പൂർണ്ണമായി അനുസരിച്ചു. ഒരു പൊട്ടനെ പോലെ യാതൊരു തിരിച്ചുള്ള ചോദ്യങ്ങളും ചോദിക്കാതെ അവനൊരു പൊട്ടനെ പോലെ അത് അനുസരിക്കുകയായിരുന്നു. അവിടെയും ദൈവശബ്ദത്തിന് അവൻ പ്രാധാന്യം കൊടുത്തു. മുൻപോട്ടുള്ള ഓരോ അധ്യായങ്ങളിലും അബ്രഹാം ദൈവശബ്ദത്തിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് അബ്രഹാമിന്റെ തലമുറകൾ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്തനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് അത് നിൽക്കുവാൻ ഇടയാകുന്നത്. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം യാക്കോബിനോട് ചോദിച്ചാൽ പറയും, ഞങ്ങൾക്കൊരു വല്യപ്പച്ചനുണ്ട് അബ്രഹാം, ദൈവത്തിന്റെ ശബ്ദം കേട്ട് യാത്ര ആരംഭിച്ചു. ഇസ്ഹാക്കിനോട് ചോദിച്ചാൽ ഇസ്ഹാക്ക് പറയും, എനിക്കൊരു അപ്പനുണ്ട്. നാം മുൻപോട്ട് വരുന്ന ദിവസങ്ങളിൽ നാം ആ വിഷയം ചിന്തിക്കും. ഇസ്ഹാക്കിനോട് ചോദിച്ചാൽ ഇസ്ഹാക്ക് പറയും, എനിക്കൊരു അപ്പനുണ്ട്. ആ അപ്പനുണ്ടല്ലോ, അവൻ ദൈവശബ്ദം മാത്രം കേട്ട് മുൻപോട്ട് ഇറങ്ങി തിരിച്ച ഒരു മനുഷ്യൻ. ഇവരുടെ തലമുറകൾ മുൻപോട്ട് പോകുമ്പോൾ ആവർത്തന പുസ്തകം 30-ാം അധ്യായം നമുക്കൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 2ഉം 3ഉം വാക്യങ്ങൾ വായിച്ചു. അത്രയും മതി. ആ 2-ാം വാക്യമാണ് ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യമാണ്. തലമുറകൾ മുൻപോട്ട് വന്നപ്പോൾ അവിടെ പരാജയം സംഭവിക്കുന്നുണ്ട്. വീണ്ടും ദൈവത്തിൻ്റെ ശബ്ദം ഈ ജനത്തിനുണ്ടാകുക. ഈ വചനങ്ങളൊക്കെയും, അതായത് ദൈവത്തിൻ്റെ ശബ്ദം ഈ ജനത്തിന് വരിക. എന്താ? യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞ്, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെയൊക്കെയും അവൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ, അവന്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ. ആവർത്തന പുസ്തകത്തിൽ ഈ വിഷയം ആവർത്തിച്ച് നാം കാണുന്ന ഒരു കാര്യമാണ്. ആവർത്തിച്ച് ആവർത്തന പുസ്തകത്തിൽ ഈ വാക്കുണ്ട്, എൻ്റെ പ്രമാണം നീ അനുസരിച്ചാൽ, എൻ്റെ വാക്ക് നീ അനുസരിച്ചാൽ, എൻ്റെ കൽപ്പനകൾ നീ അനുസരിച്ചാൽ. ഇവിടെയും അതുതന്നെയാണ്, നീ ഇത് അനുസരിച്ചാൽ. താഴോട്ട് 4-5 കാര്യങ്ങളാണ് ഇതനുസരിച്ചാൽ ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് അബ്രഹാമിന്റെ തലമുറയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. ഏതാ? ദൈവത്തിന്റെ വചനം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ നീ കേട്ട് അനുസരിച്ചാൽ നിനക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളാണ് 3 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് അതിൻ്റെ ആ 2-ാം വാക്യം, 3-ാം വാക്യമാണ്, നീ അവന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ. 3-ാം വാക്യം, നിന്റെ ദൈവമായ യഹോവ എന്താ? നിന്റെ സ്ഥിതി മാറ്റും. നിന്റെ സ്ഥിതി മാറ്റും. ഓ, എഴുതി വച്ചിരിക്കുക. അബ്രഹാമിന്റെ തലമുറകളോട് ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ശബ്ദം എഴുതി വച്ചിരിക്കുക. എൻ്റെ വചനമുണ്ടല്ലോ,
എൻ്റെ ഈ പ്രമാണമുണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച മോശ മുഖാന്തരം അരുളി ചെയ്തിട്ടുള്ള ഈ പ്രമാണങ്ങളുണ്ടല്ലോ, ഇത് നിങ്ങൾ അനുസരിച്ചാൽ, ഒന്ന്, അതിന്റെ 3-ാം വാക്യമാണ്, നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റും. നിന്റെ സ്ഥിതി മാറ്റും. ഇന്ന് രാത്രി ആ വിഷയം ഇങ്ങനെയൊന്ന് പറയട്ടെ. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏത് സ്ഥിതിയെ മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. മാനുഷികമായ നിലയിൽ നമ്മുടെ സ്ഥിതികൾ മാറ്റുവാൻ നാം ശ്രമിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നാം ആയിരിക്കുന്ന ആ സ്ഥിതിയിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്താൽ, ദൈവവചനം വിട്ട് വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതിരുന്നാൽ, നാം മോശയോടുള്ള ബന്ധത്തിൽ യോശുവയോട് പറയുന്ന ആ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിലുണ്ട്, മോശ അനുസരിച്ചതുപോലെ വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ നീ ഈ പ്രമാണം അനുസരിച്ചാൽ, ദൈവവചനത്തിന് നാം പ്രാധാന്യം കൊടുത്താൽ നമ്മുടെ സ്ഥിതിക്ക് ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പലപ്പോഴും നമ്മൾ നമ്മുടെയൊക്കെ സ്ഥിതികൾ മാറുവാൻ വേണ്ടി പല കുറുക്കു വഴികളൊക്കെ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. രൂത്തിന്റെ പുസ്തകം അതിന് വലിയൊരു പാഠമാണ്. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം, ബേത്ലഹേമിൽ വലിയൊരു ക്ഷാമമുണ്ടായി. നവോമി, എലീമേലേക്ക് 2 പുത്രന്മാർ. നല്ലൊരു കുടുംബമാണ്, നല്ലൊരു മാതൃകാ കുടുംബം തന്നെയായിരുന്നു. പക്ഷേ എന്താ, ഈ സ്ഥിതിയെ ദൈവം മാറ്റും എന്ന് ചിന്തിക്കാതെ, വചനത്തിന്റെ പ്രമാണത്തിന് പ്രാധാന്യം കൊടുക്കാതെ ആ കുടുംബം എവിടേക്ക് യാത്ര ചെയ്തു? എവിടേക്കാ? മോവാബിലേക്ക് ഇറങ്ങിപ്പോയി. മോവാബിനെ കുറിച്ച് നമുക്കറിയാം, ആവർത്തന പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, 10-ാം തലമുറയ്ക്ക് പോലും ദൈവസഭയിലേക്ക് പ്രവേശനമില്ല. അത് പ്രമാണത്തിലുള്ളതാണ്. ദൈവവചനത്തിന്റെ പ്രമാണത്തിൽ എഴുതി വെച്ചിട്ടുള്ള വിഷയമാണ്. മോവാബിന്റെ 10-ാം തലമുറയ്ക്ക് പോലും ദൈവസഭയിൽ പ്രവേശനമില്ല. രൂത്തിന്റെ അവസ്ഥയോ, നവോമിയുടെ കുടുംബത്തിന് എന്താ സംഭവിച്ചത്? ഈ സ്ഥിതി മാറും എന്നവർ ചിന്തിച്ചില്ല. നാം താഴോട്ട് വരുമ്പോൾ ദേശത്തെ ദൈവം സന്ദർശിച്ചു, സ്ഥിതികൾ മാറി എന്ന് വായിക്കുന്നുണ്ട്. അല്പനാളുകൾ ക്ഷാമം വന്നു. ബേത്ലഹേം ദൈവത്തിന്റെ ഭവനമാ, ആ സമൃദ്ധിയുടെ അനുഗ്രഹത്തിന്റെയൊക്കെ പട്ടണമാണ്. ഈ ക്ഷാമം മാറുന്ന ഒരു ദിവസം എൻ്റെ മുൻപിലുണ്ട്, ഈ പ്രതിസന്ധി മാറുന്ന ഒരു ദിവസം എൻ്റെ മുൻപിലുണ്ട്. ആ കുടുംബം അത് ചിന്തിച്ചില്ല. എന്ത് ചെയ്തു? അവർ നേരെ മോവാബിലേക്ക് ഇറങ്ങി. പറയേണ്ട ആവശ്യമില്ലല്ലോ, രണ്ടുപേരും കൂടെ ഒരുമിച്ച് തീരുമാനമെടുത്ത് കാണും. ഒരുപക്ഷെ ഇത് ആര് പറഞ്ഞുവെന്ന് അറിയുകയില്ല. ഒരുപക്ഷെ നവോമി ആയിരിക്കും എലീമേലേക്കിനോട് പറഞ്ഞു കാണും, മോവാബ് വളരെ സമൃദ്ധിയോടെയൊക്കെ പോവുക, അവിടെ ഇഷ്ടം പോലെ അപ്പമുണ്ട്, അനുഗ്രഹമൊക്കെ ഉണ്ട്. എന്തിനാ നമ്മൾ ഈ ബേത്ലഹേമിൽ ഈ കഠിനമായ ക്ഷാമം അനുഭവിക്കുന്നത്? ചില ദിവസങ്ങളുടെ കഴിഞ്ഞാൽ ക്ഷാമം കഠിനമാകും. യാതൊരു നിവൃത്തിയുമില്ലാതെ വരും. ഇപ്പോഴാണെങ്കിൽ മോവാബ് വരെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ആരോഗ്യവും അതിനുള്ള ഭൗതിക കാര്യങ്ങളുമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മോവാബിലേക്ക് പോകാം. രണ്ടുപേരുമൊക്കെ ഒരുമിച്ചെടുത്ത തീരുമാനമായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി പറയട്ടെ, മോവാബിൽ വന്നു, സന്തോഷത്തോടുകൂടെ എവിടെയെങ്കിലും ഒരു കൂടാരമൊക്കെ വാങ്ങി പാർത്തു, സന്തോഷത്തോടെ മുൻപോട്ട് പോകുക. എലീമേലേക്കും നവോമിയും 2 പുത്രന്മാരുമൊക്കെ സന്തോഷത്തോടെ മുൻപോട്ട് പോകുക. ദൈവം സന്ദർശിച്ച് സ്ഥിതിയെ മാറ്റും എന്നുള്ള ആ പ്രമാണത്തിന് പ്രാധാന്യം കൊടുക്കാതെ മോവാബിൽ ഇറങ്ങി വന്നു. ഒരുപക്ഷെ ഇവര് മോവാബിൽ വന്നതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു കാണും, എന്തിനാ ഈ ബേത്ലഹേമിൽ ആളുകൾ ഈ ക്ഷാമമൊക്കെ അനുഭവിച്ച് കഴിയുന്നത്? അവർക്കും ഈ മോവാബിലേക്ക് ഇറങ്ങി വരരുതോ? ഇവിടെ എന്ത് സമൃദ്ധിയുണ്ട്, ഇവിടെ എന്ത് അനുഗ്രഹമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, ദിവസങ്ങൾ കഴിയുന്നു, മാസങ്ങൾ കഴിയുന്നു, ചില വർഷങ്ങൾ മുൻപോട്ട് പോകുന്നു. എലീമേലേക്ക് മരിച്ചിട്ടും വിധവയായ നവോമി അത് തിരിച്ചറിയുന്നില്ല. എലീമേലേക്ക് മരിച്ചപ്പോഴെങ്കിലും നവോമി അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ബേത്ലഹേമിൽ നിന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണം തെറ്റിച്ചുകൊണ്ട് മോവാബിലേക്ക് ഇറങ്ങി വന്നതിന്റെ ദൈവത്തിന്റെ ന്യായവിധിയാണെന്നുള്ളത് അവൾ തിരിച്ചറിയാതെ വീണ്ടും അവൾ 10 സംവത്സരം അവിടെ പാർത്തു. നാം താഴോട്ട് വരുമ്പോൾ വായിക്കുന്നുണ്ട്, ഒടുവിൽ ദൈവത്തിന്റെ ഇടപെടൽ. കാരണം നവോമി തിരിച്ച് ബേത്ലഹേമിൽ വരണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 2 പുത്രന്മാരും അവിടെ കൊല്ലപ്പെടുകയാണ്. ഇതിന്റെ കാരണം എന്താണ്? നവോമിയുടെ കുടുംബത്തിന് സംഭവിച്ച ഈ പരാജയത്തിന്റെ കാരണം എന്താണ്? ദൈവവചനത്തിന്റെ പ്രമാണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ഇറങ്ങിപ്പോയതിന്റെ ബേത്ലഹേമിൽ നിന്ന് ഈ മോവാബിലേക്ക് ഇറങ്ങിപ്പോകുവാനിടയായി. ഈ 2 പുത്രന്മാര് എന്തുകൊണ്ട് മരിച്ചു എന്ന് ചോദിച്ചാൽ അതിനും ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. കാരണം ഭർത്താവ് മരിച്ചു, അവൾ വിധവയായി തീർന്നു.
ചില വർഷങ്ങളുടെ ദൈവം അവസരം കൊടുത്തു. ഇവളൊന്ന് തിരിച്ചു പോകുന്നുണ്ടോ? ഇവൾക്ക് ഈ 2 പുത്രന്മാരെ കൊണ്ട് തിരിച്ചു പോകാം. പക്ഷേ അവൾ അതിന് ശ്രമിക്കുന്നില്ല. അവിടെ 2 പുത്രന്മാര് വിവാഹം കഴിച്ച് ഓർപ്പയെന്നും രൂത്തുവെന്നൊക്കെ അവർക്ക് പേരുണ്ട്. അവർക്ക് വേണമെങ്കിൽ സന്തോഷത്തോടെ തിരിച്ചു പോകാം. പക്ഷേ അവൾ ഈ മോവാബിന്റെ അനുഗ്രഹത്തിൽ അങ്ങ് നിൽക്കുകയാ. മോവാബിന്റെ അനുഗ്രഹത്തിൽ നിൽക്കുകയാ. ദൈവത്തിന്റെ പദ്ധതി ഇവൾ തിരിച്ചു ബേത്ലഹേമിൽ വരണം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവിടെ ദൈവത്തിന്റെ ന്യായവിധി, ചിലത് അനുഗ്രഹത്തിന്റെ സന്ദർശനമായിരിക്കും, ചിലത് ന്യായവിധിയുടെ സന്ദർശനമായിരിക്കും. എന്താ കാരണം? ദൈവത്തിന്റെ വചനം. മോവാബിന്റെ 10ാം തലമുറ പോലും ദൈവസഭയിൽ പ്രവേശിക്കരുതെന്നുള്ള ദൈവവചനത്തിന്റെ പ്രാധാന്യം ആ കാറ്റിൽ പറത്തിക്കൊണ്ട് നിന്റെ സ്ഥിതിയെ മാറ്റുമെന്നുള്ളത് നവോമിയും കുടുംബവും ചിന്തിക്കാതെ മോവാബിലേക്ക് ഇറങ്ങിയതിന്റെ തിക്തഫലമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഇങ്ങനെ പറയട്ടെ, നമ്മുടെയൊക്കെ സ്ഥിതിയെ മാറ്റുന്ന ഒരു സമയമുണ്ട്. ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്താൽ ബുദ്ധിമുട്ടാകട്ടെ, കഷ്ടതയാകട്ടെ, കണ്ണുനീരാകട്ടെ, നെടുവീർപ്പാകട്ടെ, ഒരുപക്ഷെ ആ തീച്ചൂളയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ കർത്താവേ, നിന്റെ വചനത്തിന് എൻ്റെ കുടുംബത്തിന് പ്രാധാന്യമുണ്ട്, നിന്റെ വചനത്തിന് തലമുറകൾക്ക് പ്രാധാന്യമുണ്ട്, നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപമാണ്, തേനിലും തേൻകട്ടയിലും മാധുര്യമുള്ള ദൈവവചനത്തിന് ഇന്ന് രാത്രി നാം പ്രാധാന്യം കൊടുത്താൽ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സ്തുതിയെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഇല്ലെങ്കിൽ ആവർത്തന പുസ്തകം 30-ാം അധ്യായം 2 മുതലുള്ള താഴെയുള്ള വാക്യങ്ങൾ ഈ തിരുവെഴുത്തിൽ നിന്ന് നാം അത് മാറ്റിക്കളയണം. ഇല്ലെങ്കിൽ അതിനതിൻ്റെതായ പ്രാധാന്യമുണ്ട്. എന്താണ് 30-ാം അധ്യായം 2-ാം വാക്യം? എൻ്റെ ഈ വചനങ്ങൾ നിങ്ങൾ പ്രമാണിച്ചാൽ, ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും നിങ്ങൾ കേട്ട് അനുസരിച്ചാൽ, 1 യഹോവ നിങ്ങളുടെ സ്ഥിതിയെ മാറ്റും. ഇനി 2 അതിൻ്റെ താഴോട്ട് വരുമ്പോൾ നാം വായിക്കുന്നുണ്ട്, അത് വിശദീകരിക്കുന്നില്ല, പറഞ്ഞങ്ങ് മുൻപോട്ട് പോകട്ടെ. 4-ാം വാക്യം ഒന്ന് വായിച്ച്. 4-ാം വാക്യം 30-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. അവിടുന്ന് നിന്നെ കൂട്ടിച്ചേർക്കും. അതായത് ആ 3-ാം വാക്യത്തില് ചിതറിപ്പോയാലും നിന്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരുന്ന സകല ജാതികളിൽ നിന്നും. എന്താ ഇത് ചിതറിക്കാനൊക്കെ കാരണം? ഇവരുടെ പാപമാണ്. പക്ഷേ ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്, നിങ്ങൾ പാപം ചെയ്തു, നിങ്ങളെ ഞാൻ ചിതറിച്ചു, പക്ഷേ എൻ്റെ വചനത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുത്താൽ ഞാൻ നിങ്ങളെ കൂട്ടിച്ചേർക്കും. എന്തനുഗ്രഹമാണ്! 1 സ്ഥിതിയെ മാറ്റിയാണ്, 2 കൂട്ടിച്ചേർക്കും. ഇന്ന് രാത്രി ആ വിഷയം എന്ന് പറയട്ടെ, വചനത്തിന്റെ പ്രമാണങ്ങളിൽ നിന്നും വ്യതിചലിച്ച് പോയിട്ടുണ്ട്, പിന്മാറ്റത്തിന്റെ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്, ഒരുപക്ഷെ പാപത്തിന്റെ ഭയാനകതയിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്, ഒരുപക്ഷെ മുറുകെ പറ്റുന്ന പാപത്തിൽ, ആ രഹസ്യമായ പാപത്തിൽ ജീവിക്കുക. എന്നാൽ ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ പ്രമാണങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നീ മടങ്ങി വന്നാൽ നിന്നെ കൂട്ടിച്ചേർക്കും. എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ് ദൈവത്തിന്റെ വചനം. അബ്രഹാമിന്റെ തലമുറകളാണ് ഇത് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. അബ്രഹാമിന്റെ തലമുറകളാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. നീ നിന്റെ തെറ്റ് ബോധ്യപ്പെട്ട് മടങ്ങി വന്നാൽ, ഒരുപക്ഷെ കുടുംബമാകട്ടെ, വ്യക്തിപരമായ ജീവിതമാകട്ടെ, സാമൂഹ്യപരമായ ജീവിതമാകട്ടെ, സംഭവിച്ച തെറ്റ് ബോധ്യപ്പെട്ട് മടങ്ങി വന്നാൽ, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്താൽ നിന്നെ കൂട്ടിച്ചേർക്കുന്ന ഒരു ദൈവം. ഇനി 3-ാം വാക്യം, അതിൻ്റെ 3-ാം വാക്യം തന്നെയാണ്, നിനക്കുള്ളവർ അല്ല, അതിന്റെ താഴോട്ട് വരുമ്പോൾ 4-ാം വാക്യം വായിച്ച്. 4-ാം വാക്യം. അടുത്ത വാക്യം കൂടെ, 5-ാം വാക്യം കൂടെ. 5-ാം വാക്യം കൂടെ. നിന്റെ പിതാക്കന്മാരെക്കാൾ നിന്നെ വർദ്ധിപ്പിക്കും.
ആവർത്തന പുസ്തകം 30-ാം അധ്യായം 2-ാം വാക്യമാണ്, ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെ അവന്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്താൽ, ഒന്ന് നിന്റെ സ്തുതിയെ മാറ്റും, നിന്നെ കൂട്ടിച്ചേർക്കും. നിന്റെ തെറ്റ് ബോധ്യപ്പെട്ട് മടങ്ങി വന്നാൽ നിന്നെ കൂട്ടിച്ചേർക്കും. 3, അതിന്റെ 5-ാം വാക്യമാണ്, നിന്റെ പിതാക്കന്മാരെക്കാൾ എന്താണ്, നിന്നെ വർദ്ധിപ്പിക്കും. എഴുതി വെച്ച പ്രമാണം, നിന്റെ പിതാക്കന്മാരെക്കാൾ നിന്നെ വർദ്ധിപ്പിക്കും. ആവർത്തന പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം, ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. യഹോവയുടെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിപ്പാൻ തക്കവണ്ണം അവനെ ഭയപ്പെടേണ്ടതിനും നീ ദീർഘായുസ്സോടിരിക്കേണ്ടതിനും. എന്താ? നീ ഉപദേശിച്ചു തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവയാകുന്നു. 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ അതേ ആശയം തന്നെയാണ്. 8-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ, ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ചു നടക്കണം. നിങ്ങൾ പ്രമാണിച്ചു നടക്കണം. ഇത് പ്രമാണിച്ചു നടന്നാൽ അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ ദൈവം നൽകുന്ന അനുഗ്രഹത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ദൈവം അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാനും വർദ്ധിപ്പിക്കുവാനും ഇടയായി തീരും. ദൈവവചനത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ഈ വായിച്ച വേദഭാഗത്ത് 30-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ നിന്നെ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. നാം മലാഖിയുടെ പ്രവചനത്തിലും ഇതേ വിഷയം തന്നെ വായിക്കുന്നുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും ഇതേ വിഷയം തന്നെ വായിക്കുന്നുണ്ട്. 112-ാം സങ്കീർത്തനം 2, 3, 4 വാക്യങ്ങളിലും ഇതേ വിഷയം തന്നെ വായിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും. എന്തു ചെയ്താൽ മതി? ദൈവത്തിൻ്റെ വചനത്തിന് അതിൻ്റെതായ പ്രാധാന്യം നാം കൊടുത്താൽ മതി. വേഗം നമുക്ക് മുൻപോട്ട് പോകാം. അതിൻ്റെ അടുത്ത വിഷയം ആ 30-ാം അധ്യായം തന്നെ 9-ാമത്തെ വാക്യത്തിൽ അഭിവൃദ്ധി എന്നുള്ള കാര്യങ്ങളാണ് നാം വായിക്കുന്നത്. 30-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ, നീ മനസ്സു തിരിഞ്ഞ് യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും അനുസരിച്ച് നടക്കുകയും നിന്റെ ദൈവമായ യഹോവയുടെ സകല പ്രവൃത്തിയിലും നിന്റെ ഗർഭഫലത്തിലും മൃഗഫലത്തിലും കൃഷിഫലത്തിലും നിനക്ക് നന്മയ്ക്കായി അഭിവൃദ്ധി നൽകുകയും ചെയ്യും. അഭിവൃദ്ധി നൽകുകയും ചെയ്യും. ഇതിനെല്ലാം കാരണം ദൈവത്തിൻ്റെ വചനമാണ്. നീ എൻ്റെ വചനം അങ്ങ് പ്രമാണിച്ചാൽ, ഞാൻ നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ള ഈ കൽപ്പനകൾ പ്രമാണിച്ചാൽ, അബ്രഹാമിന്റെ തലമുറകളോടാണ് പറയുന്നത്. കാരണം അബ്രഹാം അത് പ്രമാണിച്ചതിന്റെ അനുഗ്രഹം അബ്രഹാം അനുഭവിച്ചതാണ്. അബ്രഹാമിന്റെ തലമുറകളും അത് അനുഭവിക്കണം. എന്താണ്? നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അഭിവൃദ്ധി ഉണ്ടാകും. നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്റെ ഗർഭഫലത്തിലും മൃഗഫലത്തിലും കൃഷിഫലത്തിലും നിനക്ക് നന്മയ്ക്കായി അഭിവൃദ്ധി നൽകുകയും ചെയ്യും. ഇനി അടുത്തത് അതിൻ്റെ 10-ാം വാക്യം നാം വായിക്കുന്നു. അതിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചേ. 10-ാം വാക്യം, ദൈവം നിന്നിൽ പ്രസാദിക്കും. നിന്റെ പിതാക്കന്മാരിൽ പ്രസാദിച്ചിരുന്നത് പോലെ എൻ്റെ വചനങ്ങൾക്കും പ്രമാണങ്ങൾക്കും പ്രാധാന്യം കൊടുത്താൽ നിന്റെ പിതാക്കന്മാരിൽ പ്രസാദിച്ചിരുന്നത് പോലെ നിന്നിലും നന്മയ്ക്കായിട്ട് ദൈവം പ്രസാദിക്കും. ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായിത്തീരും. അതിനോടുള്ള ബന്ധത്തിൽ ഒരു വിഷയം കൂടെ പറഞ്ഞ് അടുത്ത വിഷയത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുക. ദൈവവചനം 30-ാം അധ്യായത്തിൽ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്താൽ ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് നാം ആ വേദഭാഗത്ത് വായിക്കുന്നത്. ഈ ദൈവവചനത്തിന് കുടുംബത്തിനും വളരെ പ്രാധാന്യമുണ്ട്. ആവർത്തന പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ കുടുംബത്തിലുള്ള ഒരു പ്രാധാന്യത്തെക്കുറിച്ച് അവിടെ മോശ പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യമാണ്, നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കണം. ദൈവവചനം, ദൈവത്തിൻ്റെ ശബ്ദം. അബ്രഹാമിനോടൊന്ന് ചോദിക്കാം, അബ്രഹാമേ, നീ ഇത്രയധികം അനുഗ്രഹിക്കപ്പെടുവാൻ എന്താ കാരണം? അബ്രഹാമിന് പറയാൻ ഒറ്റ ഉത്തരമേ ഉള്ളൂ,
ഞാൻ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചു. ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ തിരിച്ചറിഞ്ഞു. ദൈവശബ്ദം, ഞാനൊരു പൊട്ടനെ പോലെ ദൈവശബ്ദം എന്ത് എന്നോട് പറയുന്നു അത് ഞാൻ അനുസരിച്ച് മുൻപോട്ട് പോയി. ഇന്ന വഴിയിലൂടെ പോകാം, ഞാൻ പോയി. ഇന്ന സ്ഥലത്ത് കൂടാരം അടിക്കാം, ഞാൻ അടിച്ചു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ ചില സ്ഥലങ്ങളിൽ പോയതിൻ്റെയൊക്കെ തിക്തഫലം അബ്രഹാം അനുഭവിച്ചതാ. എന്നാൽ അബ്രഹാം പറയും, ദൈവശബ്ദം കേൾക്കാതെ അബ്രഹാം ചെയ്ത ഒരു കാര്യത്തിന്റെ ആ അനന്തരഫലമാണല്ലോ ഇസ്മായേൽ എന്നുള്ളത്. എന്നാൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവശബ്ദം കേട്ടിടത്തൊക്കെ അബ്രഹാമിനെ ദൈവം എന്തുമാത്രം അനുഗ്രഹിച്ചു എന്നുള്ളത് നാം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ തലമുറകളോട് ദൈവത്തിന്റെ ആത്മാവ് എഴുതി വെച്ചിട്ടുള്ളത്, നീ വീട്ടിൽ ഇരിക്കുക, നടക്കുക, കിടക്കുക, എഴുന്നേൽക്കുക. ഈ 4 കാര്യങ്ങളാണ് വീട്ടിൽ ചെയ്യുന്നത്. സഹോദരി സഹോദരന്മാരായ നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ചെയ്യുന്ന 4 കാര്യങ്ങളാണ്. ചിലപ്പോൾ ഇരിക്കും, ചിലപ്പം നടക്കും, ചിലപ്പം കിടക്കും, ചിലപ്പം എഴുന്നേൽക്കും. ഇതല്ലാതെ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. ഏത് കാര്യം ചെയ്താലും ഈ 4 ഉൾപ്പെടുന്നത്. അല്പസമയം ഉറങ്ങിയാൽ അത് കിടക്കുകയാണ്, എഴുന്നേറ്റിരിക്കുകയാണ്, നടക്കുകയാണ്. ഏത് എന്ന് പറഞ്ഞാൽ ഇരിക്കുക. ഇത് ഏത് കാര്യങ്ങൾ വീട്ടിൽ ചെയ്താലും അവിടെ ഒരു വിഷയം പറയുകയാണ്, നീ ദൈവവചനത്തിന് എന്താ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ദൈവവചനത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇന്ന് രാത്രി എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരോട് ആ വിഷയം ഇങ്ങനെയൊന്ന് ചോദിക്കട്ടെ. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ദൈവവചനത്തിനുള്ള പ്രാധാന്യം എവിടെയാണ്? ദൈവവചനത്തിൻ്റെ എത്രയോ അനുഗ്രഹങ്ങൾ ദൈവവചനത്തിലുണ്ട്. നിന്റെ സ്ഥിതിയെ മാറ്റുവാൻ ദൈവവചനത്തിലേക്ക് മടങ്ങി വന്നാൽ മതി. നിന്റെ പഴയ ജീവിതത്തെ വിട്ട്, പിന്മാറ്റ അവസ്ഥയെ വിട്ട് നീ തിരികെ വന്നാൽ, ദൈവവചനം അനുസരിച്ചാൽ നിന്നെ കൂട്ടിച്ചേർക്കും, നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിന്നെ വർദ്ധിപ്പിക്കും. നിന്റെ കുടുംബത്തെയും നിനക്കുള്ള കൃഷി ഫലങ്ങളെയും എല്ലാം സ്വർഗത്തിലെ ദൈവം ഈ വചനത്തെ പ്രമാണിച്ചാൽ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ പ്രവൃത്തിയിൽ ദൈവത്തിന് പ്രസാദമുണ്ടാകും, ദൈവവചനം പ്രമാണിച്ചാൽ. എന്നാൽ ഇന്ന് രാത്രി ദൈവവചനത്തിനുള്ള പ്രാധാന്യം എവിടെയാണ്? എന്താ ഈ നാടുകൾ സംഭവിച്ചത്? 2-3 വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്കൊന്ന് വായിച്ച് പെട്ടെന്ന് മുൻപോട്ട് പോകാം. എസ്രായുടെ പുസ്തകം 9-ാം അധ്യായം. ദൈവവചനത്തിന് സംഭവിച്ച അതായത് ഈ നാടുകളിൽ ദൈവവചനത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 9-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം ഒന്ന് വായിക്കാം. 9-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം. എസ്രായുടെ പുസ്തകം 9-ാം അധ്യായം 12-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം. അബ്രഹാമിന്റെ തലമുറകൾ നാളുകളൊക്കെ മുൻപോട്ട് വന്നു, തലമുറകളൊക്കെ മാറി മടങ്ങി വരുവിൻ്റെ ഒരു കാലഘട്ടമാണ്. എന്താ എസ്രായുടെ കാലഘട്ടത്തിൽ ഈ തലമുറകളെ കുറിച്ച് പറയുന്നത്? ഞങ്ങൾ നിന്റെ കൽപ്പനകൾ ഉപേക്ഷിച്ചു കളഞ്ഞു. ദൈവശബ്ദം കേട്ട് വിശ്വാസത്തോടുകൂടെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അനുസരിച്ച് യാത്രയാരംഭിച്ച പിതാക്കന്മാരിൽ ഒരുവനായ അബ്രഹാമിന്റെ തലമുറകളെ കുറിച്ചാണ് നാം ഇവിടെ വായിച്ചത്. തലമുറകൾ മുൻപോട്ട് വന്നപ്പോൾ ഇതെവിടെ പോയി? ഇത് പുറകിലേക്ക് പോയി. സഹോദരിമാർക്കറിയാം ഈ പുറകിലേക്കൊക്കെ പോകുന്നത് എന്താണെന്നുള്ളത്. നമുക്കൊരു വീടൊക്കെ ഉണ്ടെങ്കിൽ ആ വീടിന് മുൻഭാഗവുമുണ്ട്, പിൻഭാഗവുമുണ്ട്. ഈ പിൻഭാഗത്തേക്ക് പോകുന്നത് ആർക്കും വേണ്ടാത്ത കാര്യങ്ങളൊക്കെയാണ്. ആ നല്ല ചെടികളൊക്കെ നമ്മൾ മുൻഭാഗത്ത് വെക്കും, വരുന്നവരൊക്കെ കാണുവാൻ വേണ്ടി. നമ്മുടെ മുറ്റമൊക്കെ വൃത്തിയാക്കി അത് മുൻഭാഗമാണ്. എന്നാൽ പിൻഭാഗത്താണ് വേസ്റ്റും അങ്ങനെയൊക്കെ ഉള്ളത്. നാം പിൻഭാഗത്തേക്ക് കളയുന്നത്. ഇവിടെ അതേ ഒരു ആശയത്തോടാണ് പറയുന്നത്, നിന്റെ കൽപ്പനകളെ ഞങ്ങൾ പുറകിൽ വലിച്ചെറിഞ്ഞു. മുൻപിൽ ഞങ്ങൾക്ക് പലതൊക്കെ വന്നതുകൊണ്ട് നിന്റെ പ്രമാണങ്ങൾ പുറകിലേക്ക് പോയി. ഇനി ഹബക്കൂക്കിന്റെ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഹബക്കൂക്കിന്റെ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. ഹബക്കൂക്കിന്റെ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. അതുകൊണ്ട് ന്യായപ്രമാണം എന്താ? അയഞ്ഞിരിക്കുന്നു. അതായത് ചില കാര്യങ്ങളിലൊക്കെ അയവ് സംഭവിച്ചു. ദൈവശബ്ദം പൂർണ്ണമായി കേട്ട് യാത്ര ആരംഭിച്ച അബ്രഹാമിന്റെ തലമുറകളാണ്.
ഒരു ഭക്തിയുള്ള കുടുംബത്തിലെ തലമുറകളാണ്. എന്തു സംഭവിച്ചിരിക്കുക? ഹബക്കൂക്കിന്റെ പ്രവചനം 1-ാം അധ്യായം 4-ാം വാക്യം, നിന്റെ പ്രമാണങ്ങളോട്, നിന്റെ വചനത്തോട്, നിന്റെ ന്യായപ്രമാണത്തോട് അയവ് സംഭവിച്ചിരിക്കുക. യെസ്രായുടെ പുസ്തകത്തിൽ അതിനെ പുറകിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന വായിക്കുന്നത്. ഇനി നെഹമ്യാവിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ യെസ്രായുടെ പുസ്തകത്തിൽ ഉപേക്ഷിച്ചു കളഞ്ഞു എന്നാണ്. നിന്റെ കൽപ്പനകളെ ഞങ്ങൾ ഉപേക്ഷിച്ചു കളഞ്ഞു. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിലാണ് നിന്റെ ന്യായപ്രമാണം പുറകിലെറിഞ്ഞു കളഞ്ഞു. അത് നെഹമ്യാവിന്റെ കാലഘട്ടത്തിലാണ്. നിന്റെ ന്യായപ്രമാണം പുറകിലെറിഞ്ഞു കളഞ്ഞു. 9-26-ാം വാക്യം. യെസ്രായുടെ പുസ്തകം 9-ാം അധ്യായം 12-ാം വാക്യത്തില് നിന്റെ കൽപ്പനകളെ ഉപേക്ഷിച്ചു കളഞ്ഞു. നെഹമ്യാവ് 9:26 പുറകിലേക്ക് വലിച്ച് എറിഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് രാത്രി ഇതല്ലേ ഈ കാലഘട്ടത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കും നല്ലൊരു പിതാക്കന്മാരുടെ ചരിത്രമൊക്കെ ഉണ്ട്. തൃശ്ശൂരും അങ്ങനെയൊക്കെയുള്ള അനേക ഭക്തന്മാരായ പിതാക്കന്മാരുടെ ചരിത്രമുള്ള മണ്ണാണ് തൃശ്ശൂരിന്റെ മണ്ണെന്ന് പറയുന്നത്. ദൈവശബ്ദം കേട്ട് വിശ്വാസത്തോടുകൂടെ സകലതും ചപ്പും ചവറുമെന്ന് ചിന്തിച്ച് വലിച്ചെറിഞ്ഞ് ഇറങ്ങി വന്ന പിതാക്കന്മാരുടെ ചരിത്രമുള്ള ഒരു മണ്ണാണ് ഈ തൃശ്ശൂരിന്റെ മണ്ണെന്നും പറയുന്നത്. പക്ഷേ തലമുറകൾ മുൻപോട്ട് വന്നു. അബ്രഹാമിന്റെ കുടുംബം ഭക്തിയുള്ള ഒരു കുടുംബമാണ്. എന്തുകൊണ്ടാണ് അബ്രഹാമിന്റെ കുടുംബം ഭക്തിയുള്ള കുടുംബമായി തീർന്നത്? ഒന്ന്, ദൈവശബ്ദത്തിന് അബ്രഹാം പ്രാധാന്യം കൊടുത്തു. നമ്മുടെയും പിതാക്കന്മാരുടെ കുടുംബങ്ങൾ ഭക്തിയുള്ള മാതൃകാ കുടുംബങ്ങളായി തീർന്നു. എന്തുകൊണ്ടാണ്? അവരുടെ ജീവിതത്തിൽ അവർ പൊട്ടന്മാരെ പോലെ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്തു. അവർ വചനത്തിന് പ്രാധാന്യം കൊടുത്തപ്പോൾ ചപ്പും ചവറും എന്നൊക്കെ ചിന്തിച്ച് അവർ വിശ്വാസത്തോടുകൂടെ വചനത്തിന്റെ പ്രമാണങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് മുൻപോട്ട് വന്നു. എന്നാൽ 1, 2, 3, 4 തലമുറകൾ മുൻപോട്ട് വരുന്നു. ഇന്ന് ദൈവവചനം എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, കുടുംബ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, ദൈവസഭയിൽ, ആത്മീകമായ പ്രസ്ഥാനങ്ങളിലൊക്കെ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രാധാന്യം എന്തുമാത്രമുണ്ട്? ഇത് പുറകിലേക്ക് വലിച്ചെറിയുകയല്ലേ? അയവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എത്രയോ വിഷയങ്ങൾക്കാണ് അയവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി വളരെ ഗൗരവത്തോട് നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ദൈവവചനം എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം കർത്താവ് ഒരു ഉപമയിലൂടെ ഒത്തിരി ആത്മീക സത്യങ്ങൾ കർത്താവ് കൊണ്ടുവരികയാണ്. ആ ഉപമയിൽ ഒരു മനുഷ്യൻ വിത്ത് വിതപ്പാൻ പുറപ്പെടുന്നു. ആ മനുഷ്യൻ വിതച്ച വിത്ത് പല സ്ഥലങ്ങളിൽ വീഴുന്നുണ്ട്. അതിൽ 13-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തില് മുള്ളിനിടയിൽ ചില വിത്ത് വീണു. മുള്ളിനിടയിൽ ചില വിത്ത് വീണു. അതിന്റെ 22-ാം വാക്യം എന്ന് വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 22-ാമത്തെ വാക്യം. വചനത്തെ ഞെരുക്കുകയാണ്. മുള്ളിനിടയിൽ ചില വിത്ത് വീണു. ആ വിത്ത് മോടമൊക്കെ പൊട്ടി, അത് വളരുന്നുണ്ട്. പക്ഷേ അതിന്റെ വളർച്ചയെ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും കൂടെ ഞെരുക്കുകയാണ്. അതായത് വചനത്തിന് വളരണമെന്ന് ആഗ്രഹമുണ്ട്. അകമയുള്ള മനുഷ്യൻ ബലപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും കൂടെ ഇതിനെ അങ്ങ് ഞെരുക്കുകയാണ്. അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നാമൊക്കെ രക്ഷിക്കപ്പെട്ട സമയത്ത് വചനമെന്ന വിത്ത് ഹൃദയത്തിനുള്ളിൽ നട്ടത്, വചനമാകുന്ന വിത്ത് ഹൃദയത്തിനുള്ളിൽ നട്ടതാണ്. ഉൾനട്ടതായ ദൈവത്തിന്റെ വചനമെന്നാണ് യാക്കോബിന്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ കാണുന്നത്. ഉൾനട്ടതായ ദൈവത്തിന്റെ വചനം. ഈ ഉൾനട്ടതായ ദൈവത്തിന്റെ വചനം എന്തു സംഭവിക്കുകയാണ്? അത് വളരുന്നില്ല, മുരടിച്ച് കിടക്കുകയാണ്. അത് വളരുന്നില്ല, യാതൊരു വളർച്ചയുമില്ല. ഇന്ന് രാത്രി എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഇങ്ങനെയൊന്ന് ചോദിക്കട്ടെ, നാം ദൈവവചനത്തിൽ എന്തുമാത്രം വളർന്നിട്ടുണ്ട്? എന്തുമാത്രം അടിസ്ഥാന ഉപദേശങ്ങളെ കുറിച്ച് നമ്മളോടൊക്കെ ചോദിച്ചാൽ നമ്മൾ എത്ര പേർക്ക്, ഈ തലമുറയിൽ നമ്മൾക്ക് എത്ര പേർക്ക് അറിയാനിടയായി തീരും? ദൈവവചനം കൃത്യമായി വായിക്കുന്ന സഹോദരി സഹോദരന്മാരുടെ എണ്ണം പോലും കുറഞ്ഞു വരികയാണ്. ഈ ചില ദിവസങ്ങൾക്ക് മുൻപ്, ചില മാസങ്ങൾക്ക് മുൻപ് ഒരു ക്യാമ്പിൽ, ആ ക്യാമ്പിൻ്റെ ഒരു പ്രത്യേകത യുവജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ക്യാമ്പായിരുന്നു. പക്ഷേ ആ ക്യാമ്പിൽ യുവജനങ്ങളുമുണ്ട്, മാതാപിതാക്കളും വന്നിട്ടുണ്ട്. ഈ രണ്ടു കൂട്ടർക്കും കൂടെ ഒരു പേപ്പർ, അതായത് അതിൽ പല ചോദ്യങ്ങളുണ്ട്. അതിൽ ഒരു ചോദ്യം ദൈവവചനം കൃത്യമായി വായിക്കുന്ന
വായിക്കുന്ന സ്വഭാവം ഉണ്ടോ? അതായത് ഡെയിലി ദൈവവചനം വായിക്കുന്ന സ്വഭാവമുണ്ട്. ഏതാണ്ട് 100-150 പേരോളം ആ ഫോം അല്ലെങ്കിൽ ആ കൊടുത്ത ആ ഫോം ഫില്ല് ചെയ്ത് തന്നു. അതിൽ ഒരു 90 പേരും അവർ ആത്മാർത്ഥതയോടെയാ ഇല്ല എന്ന് എഴുതുന്നത്. ഒരു 90 പേരും എഴുതിയത് ഇല്ല എന്നുള്ളതാണ്. ചിലര് ആ ഇല്ല എന്ന് എഴുതാതെ ക്രമമായി ഇല്ല എന്നാൽ വായിക്കുന്നുണ്ട്, ക്രമമായി ഇല്ല എന്നാൽ വായിക്കുന്നുണ്ട്. ഇന്ന് രാത്രി എൻ്റെ സഹോദരി സഹോദരന്മാരോട് ചോദിക്കട്ടെ, ദൈവവചനം അകമയുള്ള മനുഷ്യൻ ബലപ്പെടുവാൻ വേണ്ടി ഉള്ളത് ദൈവത്തിന്റെ വചനം മാത്രമാണ്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പീൻ. സഹോദരിമാരുടെ ക്യാമ്പ് ഒരുപക്ഷെ എല്ലാ വർഷവും മുടക്കം കൂടാതെ നടക്കുന്നുണ്ട്. ഒത്തിരി ആത്മീയ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്, വൺ ഡേ കോൺഫറൻസുകളൊക്കെ നടക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള അനേക ക്യാമ്പുകളും കോൺഫറൻസുകളും നടക്കുന്നുണ്ട്. ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. എന്നാൽ ഒരു ദൈവ പൈതലിന്റെ, ഒരു സഹോദരിയുടെയോ സഹോദരന്റെയോ ആത്മീക വളർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്യാമ്പോ കോൺഫറൻസോ മറ്റ് ആത്മീക പ്രസ്ഥാനങ്ങളുമല്ല, ദൈവത്തിന്റെ വചനമാണ്. ആ വചനത്തിലേക്ക് നാം വേരൂന്നണം, വചനത്തിൽ വേരൂന്നുവാനിടയായി തീരണം. ആരൊക്കെ വചനത്തിൽ വേരൂന്നിട്ടുണ്ടോ അവരൊക്കെ നിലനിൽക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വചനത്തിലേക്ക് നമുക്ക് വേരൂന്നാം. അകമയുള്ള ഒരു മനുഷ്യനുണ്ടല്ലോ, ഈ പുറമേ ഉള്ള മനുഷ്യൻ ബലപ്പെടുവാനല്ലേ രാവും പകലും നാം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത്. നാം ഒരു ദിവസം 3-6 നേരവും നാം ഭക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ പുറമേ ഉള്ള മനുഷ്യൻ ബലപ്പെടുവാൻ വേണ്ടിയ. ഷുഗർ കുറയരുത്, ശരീരമൊക്കെ ക്ഷീണം സംഭവിക്കരുത്. നാം അതാത് സമയങ്ങളിൽ ഈ പുറമേ ഉള്ള മനുഷ്യന് വേണ്ടുന്നതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ? എന്നാൽ ഇന്ന് രാത്രി ചോദിക്കട്ടെ, അകമയുള്ള മനുഷ്യന് എങ്ങനെയാ ബലപ്പെടുന്നത്? അകമയുള്ള മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ ഈ വചനത്തിന്റെ മുൻപാകെ മുട്ടുമടക്കണം, വചനത്തിന്റെ മുൻപാകെ ഇരിക്കണം, വചനം ധ്യാനിക്കണം, ദൈവവചനം ഹൃദയത്തോട് ഇടപെടുവാനിടയായി തീരണം. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 19 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ ഈ വചനത്തെ ഒരു കണ്ണാടിയോട് ഉപമിച്ചിട്ടുണ്ട്. ഒരു കണ്ണാടിയോട്, ദൈവവചനത്തെ ഒരു കണ്ണാടിയോട് ഉപമിച്ചിരിക്കുക. എന്താ ഈ കണ്ണാടിയുടെ ഉപയോഗം? നമുക്കെല്ലാവർക്കും അറിയാം. കണ്ണാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറമേ ഉള്ളതൊക്കെ അതുപോലെ വെളിപ്പെടുത്തും. നാം ക്യാമ്പിലൊക്കെ വരുന്നതിന് മുൻപ്, ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ റൂമിൽ നിന്ന് ഈ മീറ്റിങ്ങിന് വരുന്നതിന് മുൻപ് കണ്ണാടിയുടെ മുൻപിൽ വെറുതെ നിന്ന്, നമ്മുടെ റൂമിൽ ഒരു കണ്ണാടി ഉണ്ട്, അതിന്റെ മുൻപിൽ നിന്നില്ല എന്ത് കണ്ണാടിക്ക് തോന്നും എന്നോ അല്ല, നമ്മുടെ പുറമേ ഉള്ളതൊക്കെ മുടി ചെയ്ത് പൗഡർ ഇട്ടത് ഇതൊക്കെ ഒന്ന് കാണുവാൻ വേണ്ടിയാ. ഒരു കണ്ണാടി പുറമേ ഉള്ള മനുഷ്യനെ അതുപോലെ വെളിപ്പെടുത്തുമെങ്കിൽ, ഇന്ന് രാത്രി ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, അകമയുള്ള മനുഷ്യൻ ശക്തിപ്പെടണം, ബലപ്പെടണം എന്ന് വെളിപ്പെടുത്തണമെങ്കിൽ ഈ കണ്ണാടിയുടെ മുൻപിലിരിക്കണം. ഈ കണ്ണാടിയുടെ മുൻപിലിരിക്കണം. ഇങ്ങനൊരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കട്ടെ. ഈ 2024 3 മാസം കഴിഞ്ഞു, 4-ാമത്തെ മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 3 മാസവും കൃത്യമായി ദൈവവചനം വായിച്ച് ധ്യാനിച്ചിട്ടുള്ള എത്ര സഹോദരി സഹോദരന്മാരിവിടെ ഉണ്ട്? ഒരുപക്ഷെ ദാനിയേലിനെ കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ പഠിക്കുന്നുണ്ടായിരിക്കും. ഈ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ സംഗീതം പഠിക്കുന്നുണ്ടായിരിക്കും, ബൈബിൾ ക്യൂസ് പഠിക്കുന്നുണ്ടായിരിക്കും, പ്രസംഗം പഠിക്കുന്നുണ്ടായിരിക്കും, മറ്റനേക വിഷയങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. മത്സരത്തിന് വേണ്ടി നാം ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഇങ്ങനെയൊന്ന് ചോദിച്ച് അവസാനിപ്പിക്കട്ടെ, ഈ വചനത്തിന്റെ മുൻപാകെ ഇരിക്കുന്ന എത്ര യുവ സഹോദരിമാരുണ്ട്, എത്ര യുവ സഹോദരന്മാരുണ്ട്, എത്ര മാതാപിതാക്കളുണ്ട്? ദൈവവചനത്തിന്റെ മുൻപാകെ കൃത്യമായി ആ പുസ്തകം ഒന്ന് തുറന്ന്, ദൈവമേ എന്നോട് സംസാരിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ദൈവവചനത്തിന്റെ മുൻപാകെ ഇരിക്കണം. ഇങ്ങനെയുള്ള ക്യാമ്പൊക്കെ നമ്മുടെ ആത്മീക ജീവിതത്തിൽ പുതിയ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാനിടയാകണം. അബ്രഹാമിന്റെ കുടുംബം അതൊരു ഭക്തിയുള്ള കുടുംബമാണ്. എന്തുകൊണ്ട്? ദൈവശബ്ദം അനുസരിച്ച ഒരു കുടുംബമാണ്. എങ്ങോട്ട് പോകണം അറിഞ്ഞുകൂടാ, ഏത് വഴി പോകണം അറിഞ്ഞുകൂടാ. പാട്ടുകാരൻ പാടിയൊരു പാട്ടുണ്ടല്ലോ, മുൻപിൽ ഒരു ചുവട് വെപ്പാൻ മാത്രം ഇടം കാണുന്നു, ശേഷമുള്ളതെല്ലാം എന്താ? ദൈവത്തിന്റെ കൈകളിലാണ്. അതല്ലേ അബ്രഹാം? അബ്രഹാമിനോട് ചോദിക്കാം, അബ്രഹാമേ നീ എങ്ങനെ യാത്ര ചെയ്തു? അബ്രഹാം പറയും, മുൻപിൽ ഒരു ചുവട് മാത്രം എനിക്കറിയാം, ബാക്കി ദൈവത്തിന്റെ കൈകളിലായിരുന്നു. ആ ദൈവ ശബ്ദം കേട്ട് ഞാൻ മുൻപോട്ട് പോകുവാൻ ഇടയായി. നമ്മുടെയും പിതാക്കന്മാർക്ക് അതാണ് പറയുവാനുള്ളത്. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ ജീവിതം എവിടെയാണ്?
ദൈവശബ്ദം കേൾക്കുവാൻ ഇടയായി തീരുന്നുണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിപ്പാൻ ഇടയായി തീരുന്നുണ്ടോ? ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ പരിവർത്തനം കൊണ്ടുവരുന്നുണ്ടോ? മാറ്റം കൊണ്ടുവരുന്നുണ്ടോ? അതോ പുറകിലെറിഞ്ഞു കളഞ്ഞിരിക്കുകയാണോ? വചനത്തിൽ അയവ് സംഭവിച്ചിരിക്കുകയാണോ? വചനത്തെ ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുകയാണോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വചനത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വചനത്തിന് പ്രാധാന്യം കൊണ്ടുവരാം. അബ്രഹാമിന്റെ കുടുംബ ജീവിതത്തിൽ ആ ദൈവ ശബ്ദത്തിന് അബ്രഹാം പ്രാധാന്യം കൊടുത്തപ്പോൾ അവന്റെ തലമുറകളോടും ദൈവത്തിന്റെ ആത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൽ, നിങ്ങൾ എന്റെ വചനം പ്രമാണിച്ചാൽ, നിങ്ങൾ എന്റെ വാക്കനുസരിച്ചാൽ, നിങ്ങൾ എന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങളെ ഞാൻ വർദ്ധിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങൾക്ക് അഭിവൃദ്ധി നൽകുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങളുടെ പ്രവൃത്തിയിൽ ഞാൻ പ്രസാദിക്കുന്ന ഒരു ദിവസമുണ്ട്. എന്ത് ചെയ്താൽ? നിങ്ങൾ എൻ്റെ വചനത്തിലേക്ക് മടങ്ങി വന്നാൽ. കർത്താവ് ഇന്ന് രാത്രി നമ്മെ സഹായിക്കട്ടെ. ഈ പ്രാരംഭ രാത്രിയിൽ തന്നെ നാം നമ്മുടെ മുറികളിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് നമുക്കിങ്ങനെ ഒരു തീരുമാനമെടുക്കാം. കർത്താവേ, ഈ വചനം എന്നോട് സംസാരിക്കണം. ഈ വചനം എന്നോട് സംസാരിക്കണം. ഈ വചനം എൻ്റെ ഹൃദയത്തിൽ പരിവർത്തനം കൊണ്ടുവരണം. വചനമാകുന്ന കണ്ണാടി എൻ്റെ ജീവിതത്തെ ഒന്ന് കാണുവാനിടയായി തീരണം. എൻ്റെ അകമേയുള്ള മനുഷ്യൻ നാൾ തോറും വളരുവാൻ ഇടയായി തീരണം. അത് വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുക എന്നല്ലാതെ വേറെ ഒരു പരിഹാരവുമില്ല. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ആ നിലയിൽ നമ്മെ എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. അബ്രഹാമിന്റെ കുടുംബം അതൊരു ഭക്തിയുള്ള കുടുംബമായിരുന്നു. ഒന്ന്, ദൈവശബ്ദം കേട്ട ഒരു കുടുംബം. വരും ദിവസങ്ങളിൽ ദൈവശബ്ദം അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.